എടാ നിന്നെ ഈ ഷാപ്പുണി എന്ന് വിളിക്കുന്നത് എന്താ? ഷാപ്പിൽ ജോലി ചെയ്തോണ്ട് വാറ്റുണ്ണി എന്ന് പറഞ്ഞ പേരുണ്ടോ? ഞാൻ മാറ്റിയിട്ടുണ്ടോ? മാറ്റിയിട്ടുണ്ട്. ഉണ്ടോ? വാറ്റി മാന്യന്മാർക്ക് കൊടുത്തിട്ടുണ്ടോ? മാന്യന്മാർക്കേ കൊടുത്തിട്ടുള്ളൂ, അല്ലാതെ ഈ ഡ്യൂപ്ലിക്ക് കൊടുക്കത്തില്ല. അത് പറഞ്ഞ ഞാൻ അങ്ങോട്ട് അതെ അതെ കുറുക്കുവച്ചാണ് വിളിച്ചത്. പുള്ളിയുടെ പേരെന്താ? പുള്ളിയുടെ ഒറിജിനൽ പേര് അത് പിന്നെ പറയാം. പുള്ളി പറയുന്ന ഡയലോഗ് വീശുവാ. അത് ഈ വാറ്റുന്നതിനെ പറ്റി എന്താ എങ്ങനെയാ വാറ്റുന്നത്? വാറ്റിയാണ് കുടിക്കേണ്ടത്. ഇപ്പൊ നമുക്ക് കുടിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ നമുക്ക് കുടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നിയമങ്ങൾ മാറിപ്പോയി. അതുകൊണ്ട് ഇപ്പൊ വാറ്റാൻ പറ്റത്തില്ല. ഇപ്പൊ വാറ്റത്തുമില്ല, വാറ്റ് നിർത്തി. ഇപ്പൊ പട്ടാളമൊക്കെ മേടിച്ചടിക്കുക, അത്രേ ഉള്ളൂ. പട്ടാളക്കാരെ പിടിക്കുന്നല്ല, പട്ടാളമോ ഇത് നമ്മളെ പോയി മേടിച്ചടിക്കുക, അത്രേ ഉള്ളൂ. അന്നേരം ഈ വാറ്റിന്റെ ടെക്നോളജിയെ പറ്റി ടെക്നോളജി പറഞ്ഞാൽ അത് വെളിയിൽ വിടാൻ പാടില്ല. ഡോക്ടർ അങ്ങനെ പറഞ്ഞു കൊടുത്തില്ല, അവന്റെ ജീവിതം പോകും. നിങ്ങൾ ഈ വാറ്റി അഡ്വക്കേറ്റ് കെ ജെ മണി കൊടുത്തിട്ടുണ്ടോ? അയ്യോ, കെ ജെ മണി മൊഴി കുടിയിലല്ലേ, അവനെ കൊടുക്കാതിരിക്കാൻ പറ്റുമോ? അപ്പൊ നമ്മളെ അല്ല ഇടയ്ക്ക് വന്ന് കയറി വാങ്ങിച്ചത് നമുക്കൊന്നും. ഈ ആ കൊച്ചാറിന് കൊടുത്തിട്ടുണ്ടോ? ആ കൊച്ചാണ് ഞാൻ കൊടുത്തില്ല, കെ ജെ മനുവിന് കൊടുത്തിട്ടുണ്ട്. കെ ജെ മനു ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ തല കാണിച്ച കൊച്ചാന് കൊടുത്തിട്ടില്ല? ഇല്ല കൊടുത്തില്ല, ആ കൊച്ചാന് കൊടുത്തില്ല. കൊച്ചാൻ പട്ടാളക്കാരൻ. അല്ല കൊച്ചാൻ ഇടയ്ക്ക് മാറ്റി കുടിക്കാറുണ്ടോ നമുക്കറിയാം? അതെനിക്കറിയത്തില്ല. കൊച്ചാനുമായിട്ടുള്ള ആ ഒരു കൊച്ചാൻ പാൻറ്റിട്ട് നടക്കില്ലയോ? കൊച്ചാൻ പാൻറ്റിട്ട് നടക്കുന്ന എന്തുകൊണ്ടാന്ന് എനിക്കറിയത്തില്ല. മുണ്ടില്ലാഞ്ഞിട്ടായിരിക്കും. എന്തായാലും ഈ വാറ്റിന്റെ അത്രയും സ്കോച്ച് വരുമോ? ഒരിക്കലും വരത്തില്ല. അവനവന്റെ പിള്ളേർ കള്ളനാണെങ്കിലും അവനാ ഏറ്റവും വലിയ എന്ന് പറഞ്ഞാൽ വാറ്റുകാരന് വാറ്റാണ് ഏറ്റവും വലിയ കൊടുക്കുക. അങ്ങനെ പറയല്ലേ. എന്നാലും വാറ്റടിക്കുന്നതിന്റെ ഗുണമെന്ന് അതിനകത്ത് ഒരു കൃത്രിമമില്ല. ഒരു നല്ല രീതിയിൽ വാറ്റ് വന്ന ഏറ്റവും നല്ല സാധനമാണ്. ഇപ്പൊ മാറ്റാൻ പറ്റത്തില്ല. ഇപ്പൊ മാറ്റാൻ പറ്റാത്ത ആ ഫീൽഡിൽ വിട്ടു. ആ ഫീൽഡിൽ ഇപ്പൊ ഇനി നടക്കത്തേ ഇല്ല. അതുകൊണ്ട് അത് കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അത് നോക്കി ഇനിയും ജീവിതത്തിൽ പോലീസും HIS ഒക്കെ ഉള്ള കാലം അതിനകത്ത് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ശകലം മാറ്റാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ജയിലിൽ കിടക്കണം. 10 അല്ലാതെ വിൽക്കുമ്പോഴല്ലേ സ്വന്തമായിട്ട് മാറ്റി കുടിക്കുന്ന പ്രശ്നം. എന്തോ ഏത് കാലം പിടിച്ചാലും പോലീസ് പിടിച്ചാലും സ്വന്തമായിട്ടാണോ മറ്റാർക്ക് കൊടുക്കാതിരുന്ന അറിയത്തില്ല. അത് പറഞ്ഞ കാര്യമില്ല. അത് ചിലപ്പം എന്തായാലും ചിലപ്പോ കെ ജെ മനു ചിലപ്പോൾ കൊടുത്തു പോകും. കെ ജെ മനു വിളിച്ചു പറഞ്ഞാൽ ഈ കെ ജെ മനു ഒരു 1/2 ലിറ്റർ കൊണ്ട് തന്നു. ഞാൻ 2 ലിറ്റർ നീ കൂടെ പറയുന്നത് എന്നെ അല്ലല്ല, ഞാൻ 5 കിലോ ശർക്കര ഇട്ട് വാറ്റിയാൽ അതിൽ നിന്ന് ഒരു 1/2 ലിറ്റർ കൊടുത്താൽ കെ ജെ മനു വിളിച്ചു പറഞ്ഞാൽ ഞാൻ അകത്താക്കും. പറഞ്ഞ കാര്യമുണ്ടോ? ആ സ്നേഹം കൊണ്ട് മുമ്പേ കണ്ട് ആ കുറുപ്പ് കൊച്ചാണ്ട് കൊടുക്കുന്ന കാര്യം പറയുന്നത്. കുറുപ്പ് കൊച്ചാണ്ടുമായിട്ട് ആ ഒരു ഡീലേ ഇതുവരെ നടന്നിട്ടില്ല. കുറുപ്പച്ചാൻ്റെ ആയിട്ടുള്ള ജീവിതത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. കുറുപ്പച്ചാനും ഞാനുമായിട്ട് അങ്ങനെയുള്ളതല്ല. കൊച്ചാണ് അങ്ങനെയുള്ള ശാരീരിക ബന്ധമില്ല. അല്ല അങ്ങനെ ശാരീരിക ബന്ധമല്ല, ഒരു റെസ്പെക്റ്റ്. അല്ല അങ്ങനെയുള്ള ശാരീരിക ബന്ധമില്ല. നിങ്ങൾ ശാരീരിക ബന്ധമല്ലല്ലോ കൊച്ചാനോട്. അങ്ങനെയുള്ള കള്ളു ബന്ധമില്ല. ഇല്ല, കള്ളു ബന്ധമില്ല. നമ്മൾ സ്വന്തമായിട്ട് മാറ്റി കുടിക്കാനുള്ള സ്ഥലം ഇന്ന് വരെ കൊച്ചാനോട് ഞാൻ കുടിച്ചിട്ടുമില്ല, മേടിച്ചിട്ടില്ല, കഴിച്ചിട്ടില്ല, ഒന്നുമില്ല. അന്നേരം കൊച്ചാൻ കാര്യം സേഫായി. അന്നേരം ഒരു കാര്യം ചെയ്യും. ഇത് ഈ വാറ്റിന്റെ ഒരു കാര്യം. ഈ വാറ്റിനകത്ത് ആദ്യം വാറ്റി കയറി വാറ്റി അങ്ങോട്ട് എടുക്കുന്ന സാധനം അത് രണ്ടാമത് ഒന്ന് എടുത്ത് വാറ്റുമോ? പണ്ടുള്ള അപ്പൂപ്പന്മാരൊക്കെ രണ്ടാമത് വാറ്റി ശേഷം പഴകഞ്ഞിക്കകത്ത് ഒഴിച്ച് കുടിക്കുന്ന അവരൊന്നും ചത്തിട്ടേ ഇല്ല. അതല്ല ഞാൻ രണ്ടാമത് വാറ്റിന്റെ ഗുണം എന്താ? രണ്ടാമത് വാറ്റുമ്പോൾ അത്രയും പ്രിവറായി. ഈ തലച്ചാരം കളയും. തലച്ചാറ് ഒരിക്കലും കളയത്തില്ല. തലച്ചാരം കളയത്തില്ല. തലച്ചാരം കേടല്ലയോ? ഒരു കേടുമില്ല. അത് ഉമ്മ പറയുന്ന തലച്ചാരം കേടുണ്ടെന്നാ പറയുന്നത്. ഒരു ഉമ്മ പറയുന്നത്. അത് ഇതിന്റെ ചോദ്യം ഉണ്ടെങ്കിൽ എന്നോട് പറയാൻ. ഈ തേളിനെയും പാമ്പിനെ ഇടുന്നതിന് വല്ല ഗുണമുണ്ടോ? അതൊക്കെ ചെയ്യുന്നവർ കാണുമായിരിക്കും. അല്ല അതിന് വല്ല ഗുണമുണ്ടോ? അതിന്റെ ഗുണം കാണും. ഏത് സാധനം ഇട്ടാലും അതിന്റെ ഗുണം കാണും. അപ്പൊ നമ്മൾ അവയില്ലാത്തപ്പോ ചേന ഇട്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നതിനോട് തേളിട്ട അതിന്റെ വിഷത്തിന്റെ ഗുണമുണ്ടോ? തേളിനെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ ഗുണം കാണും. കാച്ചിലിട്ടാൽ അതിന്റെ ഗുണം കാണും. അവയില്ല. നീ തേളിട്ട് ചെയ്തു.